എരുമേലി പഞ്ചായത്തിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട LDF ഭരണസമിതി സ്വകാര്യ ഏജൻസിയുമായി ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ അഴിമതി നടത്തുന്നതിനാണെന്നും ഇത് സംബന്ധിച്ച് വിജിലൻസിൽ പരാതി നൽകുമെന്നും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ ആസ്ഥാനമായ ഇല എന്ന ഏജൻസിയുമായാണ് LDF ഭരണസമിതി കരാർ വച്ചിരിക്കുന്നത്. എന്നാൽ കരാർ വ്യവസ്ഥയിൽ നിന്നും മാലിന്യം കൊണ്ടുപോകുന്നതിനുള്ള നിരക്ക് സംബന്ധിച്ച പരാമർശങ്ങളില്ല. UDF മുന്നണി ഭരിക്കുന്ന സമയത്ത് ഇതേ ഏജൻസി മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്നതിന് എത്തിയിരുന്നു. അന്ന് ഇവർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തി വിശദീകരിച്ചപ്പോൾ ഇവർ ഏറ്റെടുത്തു കൊണ്ടുപോകുന്ന എല്ലാത്തരം മാലിന്യങ്ങൾക്കും കിലോയ്ക്ക് 6 രൂപ വീതം പഞ്ചായത്തിന് നൽകുമെന്നും തരംതിരിച്ച പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിന് കിലോയ്ക്ക് 6 രൂപ വീതം പഞ്ചായത്തിന് തിരികെ നൽകണം എന്നും വാക്കാൽ ധാരണയായിരുന്നു. എന്നാൽ LDF അധികാരത്തിൽ വന്നതോടെ കരാർ വ്യവസ്ഥകൾ മാറ്റം വരുത്തി പഞ്ചായത്തിന് നഷ്ടം വരുന്ന വിധം എല്ലാത്തരം മാലിന്യങ്ങളും കൊണ്ടുപോകുന്നതിന് 8 രൂപ നിരക്കിൽ നൽകാൻ ധാരണയായി. അതേസമയം മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള നിരക്ക് കരാറിൽ കാണിച്ചിട്ടില്ല. ഇതുകൂടാതെ 3 മാസം കൂടുമ്പോൾ നിരക്കുകൾ ഏറ്റെടുക്കുന്ന കമ്പനിക്ക് നിശ്ചയിക്കാമെന്ന വ്യവസ്ഥയും ചെയ്യുന്നു. ഇത് അഴിമതിയാണെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ ജിജിമോൾ സജി, ബിനോയ് ഇലവുങ്കൽ, മാത്യു ജോസഫ് എന്നിവർ ആരോപിച്ചു. കച്ചവടത്തിനകത്ത് വ്യതിയാനം വരുമെന്നുള്ളത് കൊണ്ടോ ആണ്. അപ്പം അതിന് അവരെ നിർബന്ധിക്കാതിരുന്നു. അങ്ങനെ ആ വ്യവസ്ഥ അവരത് ഉപേക്ഷിച്ച് പോയാൽ എന്ത് ചെയ്യണം എന്നൊരു വ്യവസ്ഥ ആ എഗ്രിമെന്റിൽ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ആ എഗ്രിമെന്റിന്റെ ഒരു പരാജയമാണ്. അതിനുശേഷം ചങ്ങനാശ്ശേരി ആസ്ഥാനമായിട്ടുള്ള ഗ്രീൻ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി ലെഗസിയും അല്ലാത്തതുമായ വേസ്റ്റ് 2 രൂപ പഞ്ചായത്തിന് തന്ന് കൊണ്ടുപോകാനായിട്ട് കരാറെടുക്കുകയും അവരെ 2 ലോഡ് സാധനം ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോവുകയും ആ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പുതിയ പ്രസിഡന്റും പുതിയ ഭരണസമിതി നിലവിൽ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അവര് കണ്ണൂർ ആസ്ഥാനമായിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ടെൻഡർ വിളിക്കാതെ അവരുമായി കരാറിൽ ഏർപ്പെട്ടു. ആ ഏജൻസിക്ക് കൊടുക്കുന്നത് 8 രൂപ, തരംതിരിക്കാത്ത പ്ലാസ്റ്റിക്കിന് ലെഗസി വേസ്റ്റിന് 8 രൂപ അങ്ങോട്ട് കൊടുക്കുകയും തരംതിരിച്ച പ്ലാസ്റ്റിക് കൊണ്ടുപോയാൽ 3 രൂപ ഇങ്ങോട്ട് തരികയും പ്ലാസ്റ്റിക് കുപ്പിക്ക് കിലോ 10 രൂപ തരുമെന്നാണ് അവിടെ അതിന്റെ പ്രതിനിധികൾ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്ന് വിവരം പറഞ്ഞത്. എന്നാൽ എഗ്രിമെന്റ് വെച്ചപ്പോൾ ആ കരാറിൽ ഇത്തരം യാതൊരു വ്യവസ്ഥകളുമില്ല. അതുകൂടാതെ 3 മാസത്തിൽ ഒരിക്കൽ ഇതിന്റെ വില സംബന്ധിച്ച് സ്വയം പുനരാലോചന നടത്താനുള്ള, അല്ലെങ്കിൽ അവർക്ക് പുനരാവലോകനം ചെയ്ത് റേറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള വ്യവസ്ഥ ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷീര കർഷകർക്കുള്ള കാലിത്തീറ്റ പദ്ധതിയിലും കോഴിമുട്ട പദ്ധതിയും ഇല്ലാതാക്കിയതും നിലവിലുള്ള ഭരണസമിതിയാണ്. UDF ഭരിക്കുന്ന സമയത്ത് മുൻവർഷങ്ങളിലെ പോലെ ഈ 2 പദ്ധതികളും വനിതാ ഘടകം പദ്ധതിയിൽ ഉൾപ്പെടുത്തി DPCയുടെ അംഗീകാരവും നേടിയിരുന്നു. ഇതിനുശേഷം ഒക്ടോബർ 30-ന് LDF മുന്നണി അധികാരത്തിൽ വരുന്നതുവരെ ഈ 2 പദ്ധതികളും വനിതാ ഘടക പദ്ധതികളിൽ നിന്ന് മാറ്റിയതായി ഒരു അറിയിപ്പും പഞ്ചായത്തിന് ലഭിച്ചില്ല. LDF പിന്തുണയോടെ മറിയാമ്മ സണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശേഷമാണ് ഈ 2 പദ്ധതികളും വനിതാ ഘടകം പദ്ധതിയിൽ നിന്നും മാറ്റി ജനറൽ പദ്ധതിയാക്കി നൽകുമെന്ന അറിയിപ്പ് ലഭിച്ചത്. ഇത്രയും സമയം ലഭിച്ചിട്ടും ഇത് മാറ്റി നൽകുവാൻ കഴിയാത്ത പദ്ധതി നഷ്ടപ്പെടുത്തി ജനങ്ങളുടെ ആനുകൂല്യം നിഷേധിക്കുന്ന LDF മുന്നണിയുടെ വീഴ്ചയാണെന്നും കോൺഗ്രസ് അംഗങ്ങളായ നാസർ പനച്ചിയിൽ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമേലി.